പ്രമേഹം ഒരിക്കൽ വന്നാൽ മാറില്ല എന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പ്രമേഹ രോഗികളിൽ 90% ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെട്ടവരാണ്. സാധാരണ പ്രായപൂർത്തിയായവരിൽ ഉണ്ടാകുന്ന ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗമാണെന്നും ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മരുന്നുകൾ നിർത്താനും മരുന്നില്ലാതെ ഷുഗർ നിയന്ത്രിക്കാനും കഴിയുന്നതേ ഉള്ളൂ എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. മാത്രമല്ല 10 20 അതിൽ കൂടുതലോ വർഷങ്ങൾ ഇൻസുലിനും മരുന്നുകളും ഒക്കെ എടുത്തിട്ടും പ്രമേഹം മാറ്റാനാകാതെ രക്തത്തിലെ അമിത ഗ്ലൂക്കോസും മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മൂലം ഹൃദ്രോഗവും വൃക്കരോഗവും റെറ്റിനോപ്പതിയും ന്യൂറോപ്പതിയും ഉണങ്ങാത്ത മുറിവുകളും മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് പോലും മരുന്നില്ലാതെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും അവയവങ്ങൾക്കുണ്ടായ കേടുപാടുകൾ ഒരു പരിധിവരെ റിപ്പയർ ചെയ്യാനും കഴിയുന്നതേ ഉള്ളൂ. പ്രമേഹത്തിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം? രക്തത്തിലെ ഗ്ലൂക്കോസും ഇൻസുലിനും കൂടിയത് മൂലം രക്തക്കുഴലുകൾക്കും നെർവുകൾക്കും ഹൃദയത്തിനും കിഡ്നിക്കും കരളിനും കാഴ്ചയ്ക്കും കേൾവിക്കും ഒക്കെ തകരാറുകൾ ഉണ്ടായവർക്ക് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അവയവങ്ങൾക്കുണ്ടായ കേടുപാടുകൾ മാറ്റാൻ സാധിക്കുമോ? ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ എല്ലാവരും കരുതുന്ന ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഇൻസുലിൻ ഇല്ലാത്തതാണ്. ഷുഗർ കൂടുന്നു എന്നറിയാം, പക്ഷേ ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് ഷുഗർ കൂടുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ടൈപ്പ് 1 ഡയബറ്റീസിലാണ് ഇൻസുലിൻ്റെ കുറവ് കാരണം ഷുഗർ കൂടുന്നത്. അതായത് നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലിൻ്റെ അളവ് കുറഞ്ഞു പോയി ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് വരുന്ന ഷുഗർ കൂടുന്ന അവസ്ഥ. രണ്ടാമത്തത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് സാധാരണ ഏറ്റവും കൂടുതലുള്ളത്. മോർ ദാൻ 90% കൂടുതലും 90% കൂടുതലും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ കുറവില്ല. പലരിലും ഇൻസുലിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. ശരിക്കും പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇൻസുലിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പുണ്ട്, അതായത് ഒരു മോഡി എന്ന് പറയുന്നത്, അതായത് മാച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിക് ഓഫ് ദ യങ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജിയല്ല, പക്ഷെ മോഡി എന്നുള്ള ഡയബറ്റിക് ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റിക്, അതായത് മാച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ഓഫ് ദ യങ്. അത് ചിലപ്പോൾ മാച്യൂരിറ്റി ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 16-17 വയസ്സിൽ തന്നെ വരാം. ആ ഗ്രൂപ്പിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ തീരെ കുറവായിരിക്കും. ഒരു അത്യാവശ്യം ഇൻസുലിനൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പ്രായമാകുമ്പോഴേക്കും കുറച്ച് വണ്ണം ബോഡിയിൽ ഫാറ്റ് ലെവൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ചില ഇൻസുലിൻ സാധാരണേനേക്കാളും കൂടുതലായിരിക്കും. അതായത് മാക്സിമം ഇൻസുലിനൊക്കെ വേണ്ടത് 25ഒക്കെയാണ്. അത് ചിലപ്പോൾ 200-250 വരെയുള്ള ഇൻസുലിൻ ഉള്ളവരെ ഡയബറ്റിക് പേഷ്യൻറ്റിനെ കാണാറുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡയബറ്റീസ് മോഡി ഗ്രൂപ്പിലുള്ള മാച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിക് ഓഫ് ദി യങ്ങിൽ. അതിൽ ചിലപ്പോൾ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ ലോ ആയിരിക്കും. അപ്പം ലോ ആയിരിക്കുന്നേ ഉള്ളൂ. ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നൊന്നും ഇല്ലാതെ, പക്ഷെ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഫുഡ് കൺട്രോൾ നോക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒത്തിരി ഓവർ വെയ്റ്റും ഉണ്ടാവില്ല. ഒരു മോഡറേറ്റ് വെയിറ്റ് ഗെയിനൊക്കെ കാണുള്ളൂ. ഒത്തിരി ഒബേസിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അവരിലെ ഫാറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഫാറ്റും മെറ്റബോളിക്സത്തിലും വരുന്ന ഇംബാലൻസ് കൊണ്ടും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുമാണ് അവർക്ക് ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ ഈ 3 ഗ്രൂപ്പാണ് ബേസിക്കലി. 2 ഗ്രൂപ്പ്, അതിൽ രണ്ടാമത്തേൽ ഇങ്ങനെ ഒരു സബ് ഗ്രൂപ്പും കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ഡയബറ്റീസിൻ്റെ സൈഡ് ഇഫക്റ്റിലേക്ക് വന്നു കഴിയുമ്പം അതിന് കാരണം ഈ ഇൻസുലിൻ്റെ അളവ്. ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസിൽ പലരിലും ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻസുലിൻ കൂടുന്നു, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുന്നു. ശരിക്കും കൊളസ്ട്രോളിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ട്രൈഗ്ലിസറൈഡ് കൂടുന്നത്. അതായത് കൊഴുപ്പ് നമ്മളുടെ ബ്ലഡിൽ നിൽക്കുകയാണ്. അതിന് കാരണം എന്താ? നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുതലാണ്. സെല്ലുകളിൽ ഫാറ്റ് സെൽസിലെല്ലാം കൊഴുപ്പ് കൂടുതലാണ്. ആവശ്യത്തിൽ കൂടുതൽ അവിടെ സ്റ്റോർ ചെയ്തു. പിന്നെ ഈവൻ ഫാറ്റി ലിവർ ഉണ്ടാവും അവർക്ക്. അപ്പം നമ്മളുടെ ഫാറ്റ് സെൽസും ലിവറും ഒക്കെ പറയുന്നത് എനിക്ക് കൊഴുപ്പിനെ എടുക്കാൻ വയ്യ. അപ്പം നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ കൊഴുപ്പാക്കി ഇമ്മീഡിയറ്റ്ലി മാറ്റണം.
അങ്ങനെയാണ് നമ്മളുടെ ബോഡി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഷുഗറിനെ കൺട്രോൾ ഉണ്ടാക്കി കൊഴുപ്പാക്കി മാറ്റിയ കൊഴുപ്പും കൂടുതലാണ്. കൊഴുപ്പിൻ്റെ ആവശ്യമില്ല എന്നാണ് ബോഡി പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കൊഴുപ്പും കൂടി കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന അതിനെ കൊഴുപ്പാക്കി മാറ്റാൻ ലിവറിനും പറ്റാതെ വരുന്നു. അപ്പോഴാണ് ഈ ഷുഗർ കൂടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കൊഴുപ്പാണ് നമ്മളുടെ രക്തക്കുഴലുകളിലും ഒക്കെ അടിഞ്ഞ് നമുക്ക് ഡാമേജ് വരുത്തുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഡാമേജ് വരുത്തുന്ന 3 ഘടകങ്ങളാണ്. ഒന്ന് ഗ്ലൂക്കോസ് കുഴപ്പം വരുത്തും, പ്രോബ്ലം ഉണ്ടാക്കും, ഓർഗൻസിനെ എല്ലാം ഡാമേജ് ചെയ്യും, പ്രത്യേകിച്ച് രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും. രക്തക്കുഴലുകളാണ് എല്ലാ അവയവങ്ങൾക്കും ബ്ലഡും ഓക്സിജനും, ബ്ലഡിൽ കൂടെ വേണം ഓക്സിജനും ന്യൂട്രീഷനും അതുപോലെ വേസ്റ്റ് മെറ്റീരിയലും മാറ്റാനും. അപ്പോൾ അത് പറ്റാതെ വരും, രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ട്. അപ്പം ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഡാമേജ്, കൂടുതലുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഡാമേജ്, കൂടുതലുള്ള ഫാറ്റ് ഉണ്ടാക്കുന്ന ഡാമേജ്. പിന്നെ നമ്മുടെ ലിവറാണ് നമ്മളുടെ ശരിക്കും ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ് ലിവർ. ലിവറിന് വേണ്ട പോലെ ഒന്നും സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. അവരും രോഗിയാവുകയാണ് ചെയ്യുന്നത്, ലിവറും രോഗിയാവുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഈ ഡയബറ്റീസിൻ്റെ കോമോബിഡിറ്റീസ് നമ്മൾ പറയുന്നത്. ഡയബറ്റിസ് അനുബന്ധ രോഗങ്ങൾ വരുന്നത്. ഡയബറ്റീസിൻ്റെ അനുബന്ധ രോഗങ്ങൾ പലപ്പോഴും പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ തന്നെ ഓൾറെഡി ആദ്യം ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും. ഷുഗർ കൂടാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഈ ടൈപ്പ് 2 ഡയബറ്റീസിലെ പ്രത്യേകിച്ച് ഒത്തിരി ഇൻസുലിൻ ഉള്ളവരുടെ പ്രഷർ കൂടാൻ തുടങ്ങും. കാരണം ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ പ്രഷർ കൂടും. കാരണം അത് സോഡിയം റിട്ടൻഷൻ്റെ അതിനൊക്കെ കുറേ മെക്കാനിസംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പറയുമ്പോൾ നീണ്ടുപോകും, അതിനെക്കുറിച്ച് പോകേണ്ട കാര്യമില്ല. ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാൻ ചാൻസാണ്. ചിലപ്പോൾ ആദ്യം ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, പിന്നെ ആയിരിക്കും ഡയബറ്റീസ് വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് നമ്മളുടെ കൊഴുപ്പിൻ്റെ അളവുകൾ ബ്ലഡിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറിൻ ഡിസ്ലൈപ്പിഡീമിയ എന്നുള്ളത് അത് വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഒബേസിറ്റി എന്നായിരിക്കും പലപ്പോഴും ഇത്. ഒബേസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ കൊഴുപ്പാണ് കൂടുന്നത്. പലരും പറയും ഇല്ല എൻ്റെതെല്ലാം മസിലാന്ന് പറയും. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ, ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഓവർ വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈറ്റ് -110 ആണ് നമുക്ക് ഒരു ആവറേജ്. പ്രത്യേകിച്ച് ഇന്നത്തെ സെഡൻഡറി ലൈഫിൽ ഒത്തിരി വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 60 കിലോയെ പാടുള്ളൂ, അല്ല 160 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്ക് 50 കിലോയെ പാടുള്ളൂ. അതിലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആയെന്നാണ്. അപ്പം നമ്മൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ഞാൻ ആ BMIയും അതും കൂടെ വെച്ചാണ് പറയുന്നത്. പിന്നെ അതിലും ഈ പ്രത്യേകിച്ച് കൂടുതൽ സെഡൻഡറി ലൈഫാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കൊടവയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുതലാണെന്നാണ്. കൊഴുപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസിനും അതുപോലെ എല്ലാ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം ഇതിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനാണ് ഹാർട്ടിന് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നത് കൊണ്ടാണ്, രക്തക്കുഴലുകളെയാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ബാധിക്കുക. അത് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ് ഹാർട്ട് ഡിസീസ് വരുന്നത്, ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാം. കിഡ്നിയിലെ രക്തക്കുഴലുകളുടെ ഡാമേജ് വരുന്നതുകൊണ്ടാണ് കിഡ്നിയിൽ നമ്മൾ ക്രിയാറ്റിനിൻ കൂടുന്നു, GFR കൂടുന്നു, യൂറിക് ആസിഡ് കൂടുന്നു, അതുപോലെ ആൽബുമിൻ, മൂത്രത്തിൽ പത വരുന്നു, മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകാൻ തുടങ്ങുന്നു. പിന്നെ അതുപോലെ ഈ രക്തക്കുഴലുകൾക്കും അല്ലെങ്കിൽ ഈ ലിവറിൽ തന്നെ പോയി കൂടുതൽ ഗ്ലൂക്കോസും ഒക്കെ അടിയുന്നതുകൊണ്ടാണ് ക്രോണിക് ലിവർ ഡിസീസ്, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ. അതും ഇപ്പം നമുക്ക് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് ഒരു ഹെപ്പറ്റൈറ്റിസിലേക്ക് പോവുകയാണ്. ആൽക്കഹോളിൽ പോലെ തന്നെയാണ്. ബേസിക്കലി ആൽക്കഹോൾ ഒരു കാർബോഹൈഡ്രേറ്റാണ്, ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റാണ്. അപ്പം ആൽക്കഹോളിന് കുറച്ചും കൂടെ ഒരു ടോക്സിക് എലമെൻ്റ് ഉണ്ട് അതിനകത്ത്. ഒരു ആൽഡിഹൈഡ് നമ്മുടെ ലിവറിന് കൂടുതൽ ഡാമേജ് വരുത്തും. അതുപോലെ ആൽക്കഹോൾ നേരിട്ട് ബ്രെയിൻ ഡാമേജ് വരുത്തും. പക്ഷേ ഗ്ലൂക്കോസും അതുപോലെ തന്നെ എക്സസ് ആകുമ്പോൾ ഡാമേജിങ് ആണ്, ലിവറിനെയും ഡാമേജ് ചെയ്യും, ബ്രെയിനിനെയും ഡാമേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഡിമെൻഷ്യയും മെമ്മറി കുറവും ഒക്കെ ഡയബറ്റിക് പേഷ്യൻസിന്, ഈവൻ സ്ട്രോക്ക് വരാൻ ഡയബറ്റിക് പേഷ്യൻസ് ചാൻസ് കൂടുതലാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ കാഴ്ച പോകാം, ഹിയറിങ് കുറയാം. ഈ കണ്ണിൻ്റെ കാഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എൻഡ് സ്റ്റേജ് ആകുമ്പോഴേ നമ്മൾ അറിയാൻ തുടങ്ങുള്ളൂ. പക്ഷേ ചെവിയുടെ കഴിവ് കുറയുന്നത് പലർക്കും നേരത്തെ തന്നെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നമ്മൾ പഴയ ടൈപ്പ് വാച്ച് ആണെങ്കിൽ ടിക് 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 സൗണ്ട് ഉണ്ടല്ലോ, അത് 2 ചെവിയിലും വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ രണ്ടും ഒപ്പമായിരിക്കുകയല്ല യൂഷ്വലി പോകുന്നത്. ഇപ്പം നമുക്ക് ഹിയറിങ് ടെസ്റ്റുകളുണ്ട്.
അപ്പം കേൾവിക്ക് കുറവ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനെയും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കണ്ണിനും, അതായത് നെർവ് ഡാമേജിൻ്റെ ലക്ഷണമാണ് ഡയബറ്റിക് പേഷ്യൻറ്റിന് ചെവിക്ക് ഹിയറിങ്ങിൻ്റെ കുറവ് വരിക, ടിനിറ്റസ് മൂളക്കം വരിക, അല്ലെങ്കിൽ വെർട്ടിഗോ വരിക, തലചുറ്റൽ വരുന്നത് പോലെ വരുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, ഇതെല്ലാം നെർവ് ഡാമേജ് വരികയാണ്. നെർവ് ഡാമേജ് വരുന്നത് എന്തുകൊണ്ടാണ്? നെർവിന് വേണ്ടതുപോലെ ബ്ലഡ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം ബ്ലഡ് വെസൽസ് ഡാമേജ് പ്രത്യേകിച്ച് നെർവ്സിൻ്റെയും കിഡ്നിയുടെയും അതുപോലെ കണ്ണിലെ റെറ്റിനയിലെയൊക്കെ ബ്ലഡ് വെസൽസ് വളരെ നേരിയതാണ്. അപ്പോൾ ഇതിനൊക്കെ ഡാമേജ് വന്ന് അത് നെർവ്സിനും കൂടെ ഡാമേജ് വരുന്നതുകൊണ്ടാണ് ഈ സെൻസേഷൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ടച്ച്, പെയിന്, വേദന, ടേസ്റ്റ്, പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻറ്റിന് ഭയങ്കര കൂടുതൽ എരിവ് വേണമായിരിക്കും, പുളി വേണമായിരിക്കും, അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണം. ഇതെല്ലാം അവർക്ക് രുചി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ ഫുഡിന് കംപ്ലൈൻ്റ് ആയിരിക്കും. എത്ര എരിവിട്ടാലും എത്ര പുളി ഇട്ടാലും ചൂട്, ഇങ്ങനത്തെയൊക്കെ നല്ല ചൂട് ഫുഡ് വേണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ വാശി വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ നാക്കിൻ്റെയും സെൻസേഷൻ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ തൈറോയ്ഡ്, പല ഡയബറ്റിക് പേഷ്യൻസും ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ക്യാൻസറിൻ്റെ പോസിബിലിറ്റി കൂടുതലാണ്. കാരണം പലപ്പോഴും ഈ ഷുഗറും ഇൻസുലിനും കൂടെ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബാലൻസ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും വരുന്നത്. കാരണം ഇമ്മ്യൂണിറ്റി ഡീറെയിൽഡ് ആകും. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസിലാണ് വരുന്നത്. നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ലെവൽ കൂടുകയും ഹീലിംഗ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ആർത്രൈറ്റിസിലേക്ക് പോകാനും അതുപോലെ ക്യാൻസറിലേക്ക് പോകാനും ഒക്കെയുള്ള ചാൻസും കൂടുതലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡയബറ്റീസിൻ്റെ ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഇത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് എനിക്ക് എല്ലാത്തിൽ നിന്നും മാറാൻ പറ്റുമോ ഇപ്പം എന്നുള്ളത് നമ്മൾ അറിയുന്നത് ടൈപ്പ് 1 ആണോ 2 ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടൈപ്പ് 1 യൂഷ്വലി ചെറുപ്രായത്തിലാണ്, ശരിക്കും ഒരു 7-ാം വയസ്സ് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളിൽ 7 വയസ്സ്, യൂഷ്വലി ഒരു 14-13 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കുറയുമായിരിക്കും. ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ പാൻക്രിയാസ് കംപ്ലീറ്റ് നശിഞ്ഞു പോകുന്നത് തടയാൻ പറ്റും. പക്ഷേ അത് ഈ കൊച്ചു കുട്ടികളിലും ഒക്കെ ആയതുകൊണ്ട് അവരെ കൊണ്ട് എന്തോരം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഈ ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് നമ്മുടെ വീട്ടിലെ ഒരു ഫുഡിൻ്റെയും ഫുഡ് ഹാബിറ്റ്സിൻ്റെയും കുഴപ്പം കൊണ്ടായിരിക്കും. അപ്പോൾ പേരൻസും കൂടെ അതിനകത്ത് ആക്റ്റീവ്ലി ഇൻവോൾവ് ആയാൽ മാത്രമേ, അപ്പോൾ പലപ്പോഴും എൻ്റെ കൊച്ചിനല്ലേ അസുഖമുള്ളൂ, ഞാനെന്തിനാ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതെന്നുള്ളതായിരിക്കും പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പം അതുകൊണ്ട് തുടങ്ങുമ്പോഴേ തന്നെ കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് 1 ഡയബറ്റീസ് ഒരു 2 ഇയേഴ്സ് അതായത് തുടങ്ങി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനും പറ്റിയാൽ ഒരു 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തില്ലെങ്കിൽ അപ്പോഴേക്കും പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ മുഴുവൻ പോയിട്ടുണ്ടാകും. അപ്പോൾ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ ഇൻസുലിൻ ലെവലും C-പെപ്റ്റൈഡ് ലെവലും ഒക്കെ നോക്കുമ്പോൾ കൂടുതലായിരിക്കും, ആവശ്യത്തിനുണ്ടാകും, പക്ഷേ ഷുഗർ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ നിലയിൽ, അതായത് ഇൻസുലിനും C-പെപ്റ്റൈഡും ലെവലും നോർമൽ ആയിരിക്കുന്ന സമയത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും, പ്രൊവൈഡഡ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ. കുട്ടികൾക്ക് വരുന്നതായതുകൊണ്ട് കൊച്ചു മാത്രം ചെയ്താൽ പോരാ, പേരൻസും കൂടെ അതിന് വേണ്ട സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ മിക്കവാറും കുറവൊന്നും ഉണ്ടാവില്ല. ഇപ്പം C-പെപ്റ്റൈഡ് നോക്കുന്നത് നമ്മൾ ബേസിക്കലി ഈ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും പലരും. അപ്പം നമ്മളുടെ ബോഡിയിൽ എന്തോ ഒരു ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് C-പെപ്റ്റൈഡ്. പുറത്തുനിന്നുള്ള ഇൻസുലിനാണോ നമ്മുടെ ബോഡിയിലുള്ളതാണോ എന്ന് അറിയാൻ പറ്റില്ല. C-പെപ്റ്റൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന്. പിന്നെ കൊച്ചു കുട്ടികളിൽ നമ്മൾ ഇതൊരു ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊരു സംശയം വരികയാണെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസാണ്. അപ്പോൾ ഒരു ഇൻസുലിൻ ആൻറ്റിബോഡീസ്, അങ്ങനെ കുറേ ഒരു 3-4 തരം 4-5 ആൻറ്റിബോഡീസ് ഉണ്ട്. അതിലേതെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടൈപ്പ് 1 ആണെന്നുള്ളത്, അതായത് ടൈപ്പ് 2 അല്ല. ഇൻസുലിൻ അത്യാവശ്യം ഉണ്ടാവും, C-പെപ്റ്റൈഡ് ഉണ്ടാവും, പക്ഷേ അതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. അവിടെ പാൻക്രിയാസിൻ്റെ ബീറ്റ സെൽസ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റേജാണ്. അപ്പം നമ്മൾ വളരെ മോർ പോയിൻറ്റഡ് ആയിട്ട്
ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ ഡീറെയിൽമെൻറ്റ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കണം. കാരണം അത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിന് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. 10 കൊല്ലമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് പാൻക്രിയാസ് അത്യാവശ്യം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അത് തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് നമ്മൾ നോക്കുമ്പം എന്തെല്ലാം ഓർഗൻസിനെ ഡാമേജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓൾറെഡി കുറേ നാളായിട്ടുണ്ടാകും, 10, 20, 30 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഡയഗ്നോസ് ചെയ്തിട്ട് 10 വർഷമായിട്ടുള്ളതിലും, അല്ലെങ്കിൽ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങി, ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളതിലും, അതിനും 10, 20 മുമ്പ് തുടങ്ങിയതായിരിക്കും ഇത്. അപ്പം നമ്മളുടെ ഈ ഡയബറ്റീസ് കാരണം നമ്മുടെ ലിവറിന് എത്ര ഡാമേജ് വന്നു, കിഡ്നിക്ക് എത്ര ഡാമേജ് വന്നു, നെർവ്സിന് എന്തോ ഡാമേജ് വന്നു, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എത്ര ഡാമേജ് വന്നു, ഈ കാര്യങ്ങളും കൂടെ അറിയാനുള്ള ടെസ്റ്റുകളും കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ കിഡ്നിക്ക് വേണ്ടിയിട്ട് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ഹാർട്ടിന് എന്തോരം ഡാമേജ് വന്നെന്നറിയാനായിട്ട് കാർഡിയാക് മാർക്കേഴ്സ്, ട്രോപ്പോണിൻ, ഇങ്ങനത്തെ പല ടെസ്റ്റുകളും നമുക്ക് നോക്കാം. പിന്നെ സ്കാനിങ് നോക്കാം, ഫാറ്റി ലിവർ ഉണ്ടോ, കിഡ്നിയുടെ കണ്ടീഷൻ എന്താണ്, അങ്ങനെ ഈവൻ നമ്മുടെ ബ്ലഡ് വെസൽസിന് വേണ്ടിയിട്ട് എത്ര ഡാമേജ് വന്നിട്ടുണ്ട്, എത്ര അത്രോസ്ക്ലെറോസിസ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ നമുക്കിന്ന് അൾട്രാസൗണ്ട് സ്കാനും യൂഷ്വലി ഏറ്റവും സേഫായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡിലുള്ള ടെസ്റ്റുകൾ നോക്കി നമ്മളറിയാം. പിന്നെ സ്കാനിലാണ് ഏറ്റവും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തത് അൾട്രാസൗണ്ട് സ്കാനാണ്. ബാക്കി മിക്കവാറും ഉള്ള എല്ലാം മറ്റേ എക്സ്റേ ഒക്കെ ഉപയോഗിക്കുന്ന സ്കാനുകൾക്ക് അതിൻ്റേതായ ദോഷവും വരാം. കാരണം റേഡിയേഷൻ നമുക്ക് ക്യാൻസർ പോസിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം CT സ്കാൻ ആണെങ്കിലും അത് വരാം. പിന്നെ MRIക്കാണ് അതിൻ്റെ ഇതില്ലാത്തത്. പക്ഷേ MRIയിൽ പലപ്പോഴും ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ഡയബറ്റിക് പേഷ്യൻസൊക്കെ കിഡ്നിക്കും പ്രോബ്ലം ഉള്ളവരായിരിക്കും. അപ്പോൾ ആ ഡൈയുടെ പ്രശ്നങ്ങളും വരാം. അപ്പം ഇതും കൂടെ മനസ്സിലാക്കി നമ്മൾ യൂഷ്വലി അൾട്രാസൗണ്ട് സ്കാനും ബ്ലഡ് ടെസ്റ്റും മാത്രം മതിയാവുന്നുള്ളതാണ്. യൂഷ്വലി ഡയബറ്റീസിൻ്റെ കോമോബിഡിറ്റീസും, ഡയബറ്റീസിൻ്റെ എന്തൊക്കെ ഡയബറ്റീസ് കൊണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ടെന്നും ഒക്കെ അറിയാനായിട്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്താൽ മതിയാവും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം നമ്മൾ വരാതെ നോക്കുക എന്നുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ 100% വരാതെ നോക്കാവുന്നതാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും ഇത് വരുമ്പം ചില ഇൻഫെക്ഷൻ്റെ പാർട്ടായിട്ടും വൈറലൊക്കെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് വരുന്നത്. അപ്പോൾ അതും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അന്നേരം തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ അതിൻ്റെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പാൻക്രിയാസിൻ്റെ ഡാമേജ് കുറച്ചുകൊണ്ട് വരാനും പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ആ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം മാത്രമാണത്. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഏർലി കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏറ്റവും കൊച്ചു പിള്ളേരിലൊക്കെ തന്നെ നമുക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത്, ഒന്ന് അവർ ഓവർ വെയ്റ്റ് ആവുന്നുണ്ടോ, പിന്നെ പലപ്പോഴും ഒരു അക്കാൻതോസിസ് നിഗ്രിഗൻസ് എന്നും പറഞ്ഞ് നമ്മുടെ സ്കിന്നിലൊക്കെ കളർ ചേഞ്ച് വരും. ഡാർക്ക് സ്കിന്ന്, ഒരു ഡാർക്ക് വെൽവെറ്റി സ്കിന്നെന്ന് പറയും. അത് പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റും, കക്ഷത്തിൽ, തൈസിൻ്റെ നമ്മൾ പ്രൈവറ്റ് ഏരിയാസ്, പിന്നെ ചിലർക്കൊക്കെ മുഖത്തും കാണാം. അപ്പം മുഖത്തൊക്കെ ഡാർക്ക് കളറുകൾ വരിക, ചീക്കിൽ, നെറ്റിയിൽ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇൻസുലിൻ ലെവലും കൂടെ നോക്കണം. ഷുഗർ നോക്കിയിട്ട് കാര്യമില്ല. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഷുഗർ നോർമലായിരിക്കും. ഈവൻ HbA1c കൂടണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ ഇൻസുലിൻ കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളതിനകത്ത് നോക്കേണ്ടത്. പിന്നെ ഇത് ഈ സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേക്കും മറ്റുള്ള ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കൊളസ്ട്രോൾ, നമ്മൾ ഡിസ്ലൈപ്പിഡീമിയ ഉണ്ടോ എന്ന് നോക്കണം. ഡിസ്ലൈപ്പിഡീമിയാണ് പിന്നെ ഈ ഡാർക്ക്നെസ് ഒക്കെ വരുന്നത്. അതുപോലെ ഫാറ്റി ലിവർ, ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ്. ശരിക്കും ഇവരെല്ലാം ഇപ്പോൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഡിസ്ലൈപ്പിഡീമിയും ഹാർട്ട് അറ്റാക്കും ഇതെല്ലാം സിബ്ലിങ്സ്, അതായത് നമ്മൾ ചട്ടാനുജന്മാരാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മൂത്തവരുള്ളവർ ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ രോഗങ്ങളെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും പതുക്കെ പതുക്കെ വന്ന് തുടങ്ങും എന്നുള്ളതാണ്. അതാണ് ഈ ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ഒരു രോഗമായിരിക്കുകയല്ല, പലതുണ്ടാകും, പലതിനുമായിരിക്കും മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കി
ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ടോ, സ്കിന്നിന് കളർ ചേഞ്ച് ഉണ്ടോ, പിന്നെ ബ്ലഡിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിൽ ഷുഗർ നോക്കാനല്ല ഇൻസുലിൻ്റെ അളവ് നോക്കുകയാണ് ടൈപ്പ് 2 ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നോക്കി അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഡയറ്റൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ടത് നമ്മൾ റൂട്ട് കോസ് ഇതിനകത്ത് ലൈഫ് സ്റ്റൈലാണ്. പിന്നെ ജെനറ്റിക്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസോ അച്ഛനോ ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ജെനറ്റിക് പ്രിഡിസ്പൊസിഷനും ഉണ്ടാവും. പക്ഷേ എന്ന് കരുതി നമുക്ക് അസുഖം വരണമെന്നില്ല. അങ്ങനെ ജെനറ്റിക് ആയിട്ടുള്ളവർ നമ്മൾ കൂടുതൽ കെയർ എടുത്ത് നമ്മുടെ ബോഡി കറക്റ്റാക്കി, ബോഡി കോമ്പോസിഷൻസ് നേച്ചറിൽ പ്രകൃതിക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ആ കണക്ക് വിട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമുക്ക് ഈ ഡയബറ്റീസ് കൂടാൻ എന്താ കാരണം? ഒന്ന്, പണ്ടാണ് നമ്മൾ പണി ചെയ്താൽ മാത്രമേ ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. കൃഷി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ ഭക്ഷണം കിട്ടുകയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിലും എന്തെങ്കിലുമൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു ഇരിക്കൽ മാത്രമേ ഉള്ളൂ. പണി ചെയ്യുന്ന എല്ലാം മെഷീൻസാണ്. അപ്പോൾ അതേ സമയത്ത് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് താനും. പഴയതുപോലെയല്ല, ഫുഡ് പ്ലെൻറ്റിയാണ്. അത് ജോലിയില്ല താനും. ഫിസിക്കൽ നമ്മൾ എനർജി ബേണിങ് വരുന്നില്ല. സോ എല്ലാം നമ്മളുടെ കൊഴുപ്പ് കൂടുന്നു, മസിലും ബോണും വീക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആ പ്രൊപ്പോർഷനുണ്ട്. മസിലും ബോണും എത്ര വേണം, കൊഴുപ്പ് ഇത്ര വേണം. അപ്പം നമ്മളുടെ മസിലും ബോണും എല്ലാം ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. മസിലും ബോണും സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അതേ സമയത്ത് നമ്മൾ കൊഴുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രൊപ്പോർഷൻ തെറ്റുന്നതുകൊണ്ട് വരുന്ന മെറ്റബോളിസത്തിൽ തെറ്റും, അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ് തെറ്റും. അങ്ങനെയാണ് ഡയബറ്റീസിലേക്ക് പോകുന്നത്. അപ്പം ഡയബറ്റീസിൽ ഈ ഷുഗറും എല്ലാം കൂടെ കൂടുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. അപ്പം നമ്മുടെ എല്ലാ ഓർഗൻസിനും ഡാമേജ് വരും. അതുകൊണ്ടാണ് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഓരോ ഓർഗനല്ല, എല്ലാ ഓർഗൻസും ഡാമേജ് ആകും. അതിപ്പം ഗ്രാജുവലി നമുക്കൊരു സിംറ്റംസും തോന്നണമെന്നില്ല. തുടക്കത്തിൽ ഡയബറ്റീസിന് ഒരു ലക്ഷണങ്ങളും കാണുകയില്ല. പിന്നെ ഷുഗറൊക്കെ ഒരു 300-400 എത്തുമ്പോഴാണ് ഈ പോളിയൂറിയ, പോളിഡിപ്സിയ, എപ്പോഴും വിശപ്പ്, എപ്പോഴും ദാഹം, എപ്പോഴും മൂത്രമൊഴിക്കണം, ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരാൻ തുടങ്ങുന്നത് ഇതൊക്കെ എൻഡ് സ്റ്റേജിലാണ് കിഡ്നിയുടെ ഒക്കെ വന്നു കഴിയും. അപ്പം പലരും ഉണ്ട് ഡയബറ്റീസ് ആണ്, എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു. പക്ഷെ അസ്വസ്ഥത വരുമ്പോഴേക്കും പിന്നെ ഇപ്പോൾ ഒരു കിഡ്നി ഫെയിലിയർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കിഡ്നി ഫെയിലിയർ ആണല്ലോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. അന്നേരം അറ്റാക്ക് വന്ന് നമ്മൾ ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ മരിക്കുമല്ലോ. നമുക്ക് പിന്നെ ഒരു ഹൃദയസ്തംഭനത്തിലേക്ക് നമ്മൾ വീട്ടിൽ വെച്ചൊരു ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ ഒരു റിവൈവ് ചെയ്യാനൊന്നും പറ്റിയെന്നിരിക്കുകയില്ല. അപ്പോൾ അതുപോലെ തന്നെ റീനൽ ഫെയിലിയർ 5 സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പം ആ നിലയിലെത്താതെ നമ്മൾ സിംറ്റമാറ്റിക് ആകുന്നതിൻ്റെ മുമ്പ്, ഇപ്പം നമുക്ക് ഇന്നിപ്പം മോഡേൺ മെഡിസിനും ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും എല്ലാം കൂടിയപ്പം നമ്മൾ രോഗം വന്നു വയ്യാതായി സിംറ്റംസ് വരുത്താനോടും വരെ ഇരിക്കാന്നല്ല, അതിനു മുമ്പ് അതിൽ ആ ഒരു സിംറ്റംസ് വരുന്ന എൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കാതെ ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് ഉള്ള ശ്രമങ്ങൾ ഇപ്പം ബേസിക്കലി നമ്മൾ എപ്പോഴും ഓർക്കണം, ഇത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ്. അതിന് മരുന്നല്ല. നമ്മൾ മരുന്ന് കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അത് ഓർക്കണം. ഇത് ഈ ഡയബറ്റീസിന് മരുന്നില്ല എന്ന് പറയുന്നത് മരുന്നില്ല, മരുന്ന് വെച്ച് പറ്റില്ല. കാരണം മരുന്നിൻ്റെ കുറവ് കൊണ്ടല്ല ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡയബറ്റീസ് വരുന്നത്? ജീവിതശൈലിയിലെ കുഴപ്പം കൊണ്ടാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഡയബറ്റീസ് കൂടാൻ കാരണം ഇന്നത്തെ ജീവിതശൈലിയുടെ പ്രത്യേകത കൊണ്ടാണ്. സെഡൻറ്ററി ലൈഫ്, എക്സസൈസ് ഇല്ല, ഫുഡ് പ്ലെൻറ്റിയാണ്, പ്രത്യേകിച്ച് ഹൈ കാലറി ഫുഡ് വരുന്നു. അതേസമയത്ത് നമ്മുടെ ന്യൂട്രിഷൻ കുറവാണ്. നമ്മൾ ന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റമിൻസും മിനറൽസും വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസ് കുറവുള്ള ഫുഡാണ്. അതേസമയത്ത് ഹൈ കാലറിയാണ്. അപ്പം ഈ ഇംബാലൻസാണ് ഇന്ന് നമുക്ക് ഡയബറ്റീസ് കൂട്ടാനുള്ള കാരണം. അപ്പം നമുക്ക് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ സെൽഫായിട്ട് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് നോക്കി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് അവനവൻ തന്നെ കൺട്രോൾ ചെയ്യാനാണ് നോക്കേണ്ടത്. പക്ഷേ ഓൾറെഡി 10-20 വർഷമായിട്ട് ഡയബറ്റിക്കാണ്, 3-4 മരുന്നുകളുണ്ട്, ഇൻസുലിനുണ്ട്, പ്രഷറിന് മരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ളവർക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് പെട്ടെന്ന് നിർത്താനും പറ്റില്ല. മരുന്ന് എടുത്തുകൊണ്ട് നമ്മൾ ഡയബറ്റീസിനുള്ള മരുന്ന് എടുത്തുകൊണ്ട് ഡയറ്റ് കൺട്രോളും പറ്റില്ല. കാരണം മരുന്നുള്ളപ്പം നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിയ വരും. ഡയബറ്റിക് മെഡിസിൻസിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് ഷുഗർ കുറഞ്ഞു പോകാമെന്നുള്ളതാണ്. ഷുഗർ കൂടി 400 ആയാലും നമ്മൾ സിംറ്റംസ് വരികയില്ല. പക്ഷേ ഷുഗർ കുറഞ്ഞ് 70ലേക്ക്, നോർമൽ എന്ന് പറഞ്ഞാൽ 70 മുതൽ 140 വരെയാണ്.
140 500 വന്നാൽ പോലും പലർക്കും സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നിരിക്കുകയില്ല. വെരി ആക്റ്റീവായിട്ടുള്ള ഒരാളായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒന്നും കണ്ടാൽ പോലും നമ്മൾ രോഗിയാണെന്ന് തോന്നിയല്ല. 400 500 ഇവൻ 600 ഉള്ളവരെ പോലും ഒരു സിംറ്റം ഇല്ലാതെ നടക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഷുഗർ ഈ 140 170 ഈ മാർജിനിൽ നിന്ന് 60ലേക്ക് പോയാൽ നമുക്ക് തലകറക്കം വരും. ഒരു 40ലേക്ക് വല്ലതും ഷുഗർ താന്നു പോയിട്ടുണ്ടെങ്കിൽ ബോധക്കേട് വരും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ ഡാമേജ് വന്ന് ചിലപ്പോൾ ബ്രെയിൻ ഡെത്തിലേക്ക് തന്നെ പോയെന്നിരിക്കും നമ്മൾ അറിയാതെയൊക്കെ ഇരിക്കുമ്പം. അറിയാതെ, അതായത് വേറൊരാൾ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഉറക്കത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ മരിച്ചു തന്നെ പോകാം. പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുത്ത് ഇഞ്ചക്ഷനും എടുത്തിട്ട് കിടക്കുന്ന ആൾക്ക് ചിലപ്പം ഭക്ഷണം കഴിച്ചാലും ചിലപ്പം വയറിൻ്റെ പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ച് നാളൊക്കെ ആയി കഴിയുമ്പം ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസും വരും. അതായത് ഇൻഡസ്റ്റൈനൽ എബ്സോർഷനും ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റിയൊക്കെ കുറയും. അപ്പം നമ്മൾ കഴിച്ച ഭക്ഷണം ഇൻഡസ്റ്റൈനിലേക്ക് പോയാലല്ലേ അവിടെ നിന്ന് അബ്സോർബ് ചെയ്യുള്ളൂ. അത് സ്റ്റൊമക്കിൽ തന്നെ കെട്ടിക്കിടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷനും എടുക്കും, നമ്മൾ ഭക്ഷണം കഴിച്ചാലും അത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് ചെല്ലുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം ബേസിക്കലി ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസും അതുകൊണ്ടാണ് ഹൈപ്പോഗ്ലൈസീമിയ ഒന്ന് പ്രോബ്ലംസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം മൾട്ടിപ്പിൾ മരുന്നുകൾ കഴിക്കുന്നവരും ഡയബറ്റിസ് ഇപ്പം HbA1c ഒക്കെ കൂടി നിൽക്കുന്നവർക്ക് അവർക്ക് സെൽഫ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കേണ്ടത്. അപ്പം ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലേ, അത് സിമ്പിളായിട്ട് അങ്ങനെ നമ്മൾ എടുക്കരുത്. അതിനൊരു നമ്മൾ ഇത്രയും വർഷങ്ങൾ 10 20 30 വർഷമായിട്ടുള്ള ഡയബറ്റീസിനെ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൈമും എഫേർട്ടും റിസോഴ്സസും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി ഒരു വില്ലിങ്നെസ് ഉണ്ടാകണം. അപ്പം ബേസിക്കലി ഒരു നമ്മുടെ ഒരു ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് കഴിക്കുന്നതിൽ എന്താണെന്ന് സപ്പോർട്ട് തരുന്ന ആൾക്ക് അറിയാൻ പറ്റണം. അതുപോലെ എന്ത് എക്സസൈസാണ്, കാരണം ഷുഗർ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഭക്ഷണം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ വളരെ കൺട്രോൾഡായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു വില്ലിങ്നെസ്സോടും കൂടി വേണം നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് പോവുകയാണെങ്കിലും ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ ഈ ഡയബറ്റിസ് കൊണ്ട് ഓർഗൻസ് ഡാമേജ് വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പലരും എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഇതൊക്കെ നിസ്സാരമായിട്ടങ്ങ് കളഞ്ഞ് ഡയബറ്റീസിന് മരുന്നെടുക്കാതെയും ഒക്കെ ആയിട്ട് HbA1c ഒക്കെ ചില പേഷ്യൻസ് കാണാറുണ്ട്. 14 15 ഒക്കെ ആയിരിക്കും HbA1c. അവർ 3 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പർഗ്ലൈസീമിയ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഹൈപ്പറിലും ഹൈപ്പോയിലും ആയിട്ട് ഇങ്ങനെ പോകുന്നവരായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും എന്നാലും അവർ ഒരു സീരിയസ് ആയിട്ട് അതിനെ കാണാൻ വില്ലിങ് ആയിരിക്കുകയില്ല. പിന്നെ സീരിയസ് ആവുന്ന എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് വേണമെന്ന് പറയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവും, ഡയാലിസിസിലേക്ക് എത്തി. ഹാർട്ടിന് പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് വന്നാലും അറിയില്ല. അപ്പം മൾട്ടിപ്പിൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് ഫെയിലിയർ പമ്പിങ് ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഹാർട്ട് ഫെയിലിയറും അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറും അല്ലെങ്കിൽ അൾസറൊക്കെ വന്ന് കാലിൽ രക്തക്കുഴലുകളൊക്കെ തീരെ രക്തയോട്ടം കാലിലേക്കൊക്കെ ഉള്ളതൊക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊന്ന് സീരിയസ് ആണെന്ന് നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജിലാണേലും നമ്മൾ മരുന്നിൽ ഈ പറഞ്ഞതുപോലെ ഇതിലൊന്നും കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവിടെ വരെ എത്തുന്നത്. അപ്പോഴും നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെയെങ്കിലും ഇപ്പം കിഡ്നിയുടെ ഇതൊക്കെ ആണെങ്കിൽ ഒരു കിഡ്നി ഫെയിലിയർ സ്റ്റേജ് 2 3 ഒക്കെ വന്നാലും മിക്കവാറും അതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്തുണ്ട്. പക്ഷെ 4 5 ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ആണെങ്കിലും മിക്കവാറും റിവേഴ്സ് ചെയ്തൊരു 3 സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ 5 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തുടക്കത്തിൽ, അതായത് പല ലെവലുണ്ട്. 5 തന്നെയാണെങ്കിൽ ഒരു ക്രിയാറ്റിൻ ഒരു 3 നിൽക്കുന്നവർക്കാണെങ്കിലും 5 എത്തിയിട്ടുണ്ടെങ്കിൽ 3 3.5 ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ക്രിയാറ്റിനൊക്കെ 8 9 10 എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പാലിയേറ്റീവ് കെയർ എന്നുള്ള നിലയിൽ നമുക്ക് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. ഡയബറ്റീസിൻ്റെ മരുന്നും പ്രഷറിൻ്റെ മരുന്നും കൊളസ്ട്രോളിൻ്റെ മരുന്നും. കാരണം ഇങ്ങനെ ഈ ഫെയിലിയറിലേക്ക് പോയിരിക്കുന്ന പേഷ്യൻസൊക്കെ ഒരു 10 15 മരുന്നായിരിക്കും കഴിക്കുന്നത്, റീനൽ ഫെയിലിയറൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ആ മരുന്നുകളെല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും. പക്ഷേ ഈ ഫീൽഡ് ഓർഗനെ എത്ര തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് എൻഡ് സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ടുകൾ കുറച്ച് ഡയാലിസിസിലേക്കൊന്നും പോകാതെ അങ്ങനെ കൊണ്ടുപോകാൻ എന്നുള്ളതേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ അതും ഏജുമായിട്ടും റിലേറ്റഡ് ആണ്. പിന്നെ ഏതാണേലും എൻഡ് സ്റ്റേജ് വന്നു കഴിയുമ്പം
അതിൻ്റെ തിരിച്ച് കംപ്ലീറ്റ് കൊണ്ടുവരാൻ ഡയബറ്റീസ് മാറ്റാൻ പറ്റിയെന്നിരിക്കും, പക്ഷേ കിഡ്നിയുടെ ഒരു ഫെയിലിയർ കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നില്ല എന്നിരിക്കും. അതുപോലെ ഹാർട്ടിന് ഡയബറ്റീസ് മാറിയാലും ചിലർക്കൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പോണിൻ കൂടുകയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അത്ര ഹാർട്ടൊക്കെ വീക്കായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതിപ്പം നമ്മൾ എല്ലാം ശരിയാകും നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പം നമ്മളിപ്പോൾ ഒരു 10, 60, 70 വയസ്സൊക്കെ ആവുകയും കൂടെ ചെയ്ത്, ഏത് വയസ്സാണെങ്കിലും എൻ്റെ സ്റ്റേജ് ഓഫ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കറക്റ്റ് ചെയ്യും എന്നുള്ളതല്ല. നമ്മൾ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഉള്ള സമയത്ത് നമ്മൾ കംഫർട്ടബിളായിട്ട് പോകണം എന്നുള്ളത്. അതായത് നമ്മളുടെ സഫറിങ് കുറയ്ക്കുക, ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഡയാലിസിസിലും അങ്ങനെ നമ്മൾ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഉള്ള ടൈം കംഫർട്ടബിളായിട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കും. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ മോഡേൺ സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് ഈ ഇങ്ങനെ റിപ്പീറ്റഡ് ഹാർട്ടൊക്കെ അറ്റാക്കൊക്കെ വന്നിട്ട് റിവൈവ് ചെയ്ത പേഷ്യൻ്റ്, അതായത് നിയർ ഡെത്ത് സ്റ്റഡീസ് എന്ന് പറയുന്നത്, മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവർ, അതായത് ക്ലിനിക്കലി ഡെത്തായി പക്ഷേ റിയലി അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി നമ്മൾ CPR-ഉം ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ കാർഡിയോ റിവേർഷനൊക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ സിവിയർ ക്യാൻസർ പേഷ്യൻസ് അവരും ഇങ്ങനെ ഈ കീമോതെറാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോയി പിന്നെ തിരിച്ചു വന്നു. ഇങ്ങനത്തെ പേഷ്യൻസിൻ്റെയൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെയാണ് ഇത്രയും കൂടുതൽ സ്റ്റഡീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ എക്സ്പീരിയൻസ് അല്ല, മൾട്ടിപ്പിൾ 200 പേരുടെയും അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നവരുടെ സ്റ്റഡീസ് കാണിക്കുന്നത് മരിക്കുന്നതിൽ അത്ര പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം അവരൊക്കെ അങ്ങനത്തെ മരണത്തിൻ്റെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ നിന്ന് തിരിച്ചു വന്നവർക്കൊക്കെ പിന്നെ മരണത്തെ ഒരു ഫിയറോ ഇല്ല, അവർ കുറച്ചും കൂടെ പോസിറ്റീവ്ലി തിങ്കിങ്ങും ഒക്കെയാണ്. അപ്പം വളരെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ പ്ലസൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു റീനൽ ഫെയിലിയറോ കടിയൊക്കെ തീരെ കുറഞ്ഞിരിക്കുന്നവരോ ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കാതെ ഇരിക്കുക. ഇങ്ങനത്തെ എക്സ്പീരിയൻസസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നമ്മളുടെ ആത്മവിശ്വാസവും ഒക്കെ കൂട്ടിയെടുക്കാനാണ്. കാരണം ഒരാൾ പറയുന്നതല്ലല്ലോ, അതും ഇത് മെഡിക്കൽ പ്രൊഫഷണലുള്ളവർ തന്നെയാണ് ഈ സ്റ്റഡീസൊക്കെ നടത്തിയിരിക്കുന്നത്. അത് 1-2 സ്റ്റഡീസ് അല്ല, കുറച്ചധികം ഉണ്ട്. കാരണം ഒരു 1970s മുതൽ, ഇപ്പം 1970s ഇപ്പോൾ 23 ആയില്ലേ, ഓൾമോസ്റ്റ് ലാസ്റ്റ് 50 years നടത്തിയ സ്റ്റഡീസ് ഉണ്ട്. നമ്മളിവിടെ ഉള്ളവരൊന്നും നമ്മൾ ബേസിക്കലി ഈവൻ ഡോക്ടേഴ്സ് പോലും ഇത്തരം സ്റ്റഡീസിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നി. ഞാനാണെങ്കിലും റീസെൻ്റ്ലി ആണ് നമ്മൾ ഇത്രയധികം സ്റ്റഡീസ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്തരം സ്റ്റഡീസൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ലൈഫിനെ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എൻഡ് ഓർഗൻ ഡാമേജ് വന്നു, റീനൽ ഫെയിലിയർ 5th സ്റ്റേജാണ്, ഹാർട്ടിൻ്റെ പമ്പിങ് 20% ഉള്ളൂ, 25% ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് കളയാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ഒരു മെൻ്റലി പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പ്രമേഹവും അതുമൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും കരൾ രോഗവും കിഡ്നി രോഗവും ഉണക്കാത്ത വ്രണങ്ങളും നെർവ് രോഗങ്ങളും ഒപ്പം മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മൂലമുള്ള പ്രശ്നങ്ങളും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അനുബന്ധ രോഗങ്ങൾക്കായി ചെയ്യുന്ന ഓപ്പറേഷനുകൾ മൂലമുള്ള പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ പ്രമേഹത്തിൽ നിന്നും അനുബന്ധ രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും ഒക്കെ മോചനം നേടാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും കാരണം മനസ്സിലാക്കി ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞാൽ പ്രമേഹത്തിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നതേ ഉള്ളൂ. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് പ്രമേഹവും അനുബന്ധ രോഗങ്ങളും മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും
സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും സിസ്റ്റക്ടറികളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റി ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താൻ വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ഡയബറ്റിസും അതുകൊണ്ട് അനുബന്ധ രോഗങ്ങളും ഉള്ളവർക്ക് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എന്ത് ബെനിഫിറ്റാണ് കിട്ടാറുള്ളതെന്നാണ്. യൂഷ്വലി നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റബോളിക് സിൻഡ്രോം, അതായത് അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങൾ എന്ന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോമിൽ വരുന്നതാണ്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ ഉള്ളവർക്ക് മറ്റ് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടാവാം, പ്രത്യേകിച്ച് മുട്ടിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഈ മുട്ട് മാറ്റി വയ്ക്കലൊക്കെ വേണമെന്ന് പറയുന്നത്. അങ്ങനെ പല മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ടാകും. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ഏതാണെങ്കിലും അതിനെല്ലാം പാരലൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഡയബറ്റീസിന് മാത്രമല്ല, ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് ഫസ്റ്റ് ഡേ തന്നെ കംപ്ലീറ്റ് നിർത്തിയിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഡയബറ്റീസിൻ്റെ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ താന്നു പോകാം. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. പേഷ്യൻ്റ് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ വിതിൻ 24 hours തന്നെ ഷുഗർ കൺട്രോൾ ആകും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പലർക്കും പേടിയുണ്ട്. അയ്യോ, എത്ര നാളും ചിലർ 10-30 വർഷമായിട്ട് ഇൻസുലിനും ഡയബറ്റീസും മെഡിസിനും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. നമ്മൾ മരുന്ന് നിർത്തിയിട്ട് വെറുതെ അല്ല, നമ്മൾ 4 നേരം തന്നെ ഷുഗർ നോക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഡയബറ്റീസ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാവും, സ്പെഷ്യൽ എക്സസൈസ് ഉണ്ടാവും, ലോ കലോറി ഫുഡാണ്. പിന്നെ നമ്മളുടെ ഒമേഗ 3 ഒക്കെ ഹൈ ആയിട്ടുള്ള നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്ന ടൈപ്പുള്ള മരുന്നാണ്. അപ്പം നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഷുഗർ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഷുഗർ കൺട്രോൾ ആകുന്നുണ്ടെന്ന്. ഈ ഡയബറ്റീസിൻ്റെ നമ്മൾ ഈ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസും ഒക്കെ എടുക്കുന്ന ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമാണല്ലോ. ഒരു നേരം ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഷുഗർ കൂടിപ്പോവും, നമുക്ക് തന്നെ കാണാവുന്നതാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്.
നിർത്തിപ്പോയതുകൊണ്ട് പിന്നെ എപ്പം വേണേലും മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മളുടെ കയ്യിൽ മരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ മരുന്ന് നിർത്തിയെന്ന് കരുതി ഇനി ഒരു ദിവസം ഒരു നേരം ഇൻസുലിൻ നിർത്തിയെന്ന് കരുതി നമുക്ക് ഷുഗർ കൂടുവാണെങ്കിൽ ചെയ്യാമല്ലോ. ആ ഒരു ഫ്രീഡം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം നമ്മളൊരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് പോലെയല്ല. അതിൻ്റെ ഇഫക്റ്റ് കഴിയാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ആകെ ഉള്ളത് ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡും എക്സസൈസും മാത്രമാണുള്ളത്. അപ്പം നമുക്കത് എപ്പം വേണമെങ്കിലും എക്സസൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ. നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. നമുക്ക് രോഗം മാറണമെങ്കിൽ പക്ഷേ ചെയ്യണം. അതുപോലെ ഫുഡ് നമുക്ക് ഈ ഇഷ്ടംപോലെ റൈസും അരി ഗോതമ്പ് മധുരം ബേക്കറി ഐറ്റംസ് ഒന്നും ഡയബറ്റിക് പേഷ്യൻസ് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിച്ചുകൊണ്ട് ചിലർ പറയും എനിക്ക് ഫുഡൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് മാറണം. ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ട് ഓൾമോസ്റ്റ് 100 years ആയി. അപ്പം ശരിക്കും ഇൻസുലിൻ എന്നാലും നമ്മൾ കുറേ അതിനുശേഷം ലാസ്റ്റ് 50 years സോ മെനി ഡയബറ്റിക് മെഡിസിൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഡയബറ്റീസിന് ഒരു കുറവുമില്ല. ആരുടെയും HbA1c ഒന്നും കൺട്രോൾ ആക്കാൻ പണ്ടാണ് നമ്മൾ 6 HbA1c പറഞ്ഞിരുന്നത്. ഇപ്പോൾ 7 ആയി, അത് 8 കുറഞ്ഞു. കാരണം ദാറ്റ് മീൻസ് അത് തന്നെ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഡയറ്റാണ് വെച്ചും എക്സസൈസ് വെച്ചുമാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാനൊരു ഫ്യൂ എക്സാമ്പിൾസും കൂടെ പറയാം. നമ്മളുടെ പേഷ്യൻ്റ് എക്സ്പീരിയൻസസും കൂടെ പറയാം. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്ന പേഷ്യൻസിൻ്റെ. ഇതൊരു മെയിൽ പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് 63 വയസ്സാണ്. ഹൈറ്റ് 175 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 77 കിലോ ആണ്. ഇദ്ദേഹത്തിന് 21 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. 21 വർഷമായിട്ട് മരുന്ന് എടുക്കുന്നുണ്ട്. അതിന് 2-3 വർഷം മുമ്പ് തന്നെ കണ്ടിരുന്നതാണ്. പക്ഷേ കുറേ 2-3 വർഷം മരുന്ന് എടുക്കാതിരുന്നു. പിന്നെ 21 വർഷമായിട്ട് മരുന്ന് എടുക്കുന്നുണ്ട്. 3 വർഷമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. 3 വർഷമായിട്ട് പ്രഷറും ഉണ്ട്. ഇപ്പം ഹാർട്ടിന് നെഞ്ചുവേദനയായിട്ട് നെഞ്ചുവേദനയും തോന്നി. അത് കഴിഞ്ഞിട്ട് പോയി ഒരു TMT ചെയ്തു. ഹാർട്ടിന് എന്തോ ഡിസ്കംഫർട്ട് തോന്നിയിട്ട് TMT ചെയ്തപ്പോൾ പോസിറ്റീവായിട്ട് ഒരു ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം കഴിഞ്ഞപ്പം അദ്ദേഹത്തോട് 3 ബ്ലോക്ക് ഉണ്ട്. അതായത് ട്രിപ്പിൾ വെസൽ ഡിസീസാണ്. അതിന് ബൈപ്പാസ് ചെയ്യാനാണ് പറഞ്ഞത്. അദ്ദേഹം അപ്പോഴാണ് നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ ഡിസൈഡ് ചെയ്തു വരുന്നത്. നമ്മൾ തുടങ്ങുമ്പം ആക്ച്വലി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുമ്പം അദ്ദേഹത്തിന് പല നമ്മൾ ഒരു ബോഡിയുടെ ന്യൂട്രീഷൻ ലെവലും ഒക്കെ നോക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി കുറവുണ്ട്. HbA1c 9.4 ആണ്. ഇൻസുലിൻ ലെവൽ കൂടുതലാണ് ആക്ച്വലി അദ്ദേഹത്തിന്. പെപ്റ്റൈഡ് നോർമലാണ്. ഇൻസുലിൻ ലെവൽ ശരിക്കും അദ്ദേഹം ഇൻസുലിനും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻസുലിൻ മാത്രം നമുക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെപ്റ്റൈഡ് നോക്കിയിട്ടുണ്ട്, അതും നോർമലാണ്. പിന്നെ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു പോയി. കിഡ്നി ഫങ്ഷൻ 43 ഉള്ളൂ. അതുപോലെ യൂറിനിൽ ആൽബുമിൻ പോകുന്നുണ്ട്. അതുപോലെ ഈവൻ പൊട്ടാസ്യം ലെവൽ സാധാരണ 43 ഒക്കെ ഉള്ളപ്പം പൊട്ടാസ്യം ലെവലിന് വ്യത്യാസം വരേണ്ടതല്ല, പക്ഷെ പൊട്ടാസ്യത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പൊട്ടാസ്യം കുറച്ച് കൂടുതലുണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ ഈ പലതരം മരുന്നുകൾ പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്, അതുകൊണ്ടും കൂടെ ആയിരിക്കണം. ഇത്രയും ഇതൊരു 3rd ലെവലിൽ റീനൽ ഫെയിലിയറേ ഉള്ളൂ, എന്നിട്ടും അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ HSCRP കൂടുതലാണ്. പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ബ്ലഡ് കൗണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലും പോസിറ്റീവ് ഉണ്ട്. പിന്നെ ഇൻസുലിൻ തൈറോയിഡിന് വേണ്ടിയിട്ട് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും TSH കൂടുതലും T3 കുറവുമാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഡയബറ്റീസിൻ്റെ എല്ലാ മരുന്നും, അദ്ദേഹം മൊത്തത്തിൽ ഏകദേശം 9 തരം മരുന്നുകൾ 16 ടൈംസ് ഡോസേജും വരുന്നുണ്ടായിരുന്നു. പല മരുന്നുകളും ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ 15th ഡേ ആയപ്പോഴേക്കും, അതായത് 9.7 ഉണ്ടായിരുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ എവരി വീക്ക് നമ്മൾ HbA1c തന്നെ നോക്കും. ബ്ലഡ് ഷുഗർ വിതിൻ 1 or 2 ഡേയ്സ് തന്നെ ഷുഗർ കൺട്രോളായി. HbA1c ഒരാഴ്ച ആയപ്പോഴേക്കും തന്നെ 9.7 8.7 ആയിട്ട് 1 വീക്ക് കൊണ്ട് തന്നെ കുറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ബേസിക്കലി നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര ഫാസ്റ്റായിട്ട് നമ്മൾ HbA1c പോലും കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അതുപോലെ റീനൽ ഫങ്ഷൻ ഇപ്പം 90 ഡേയ്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ HbA1c 6 വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പം അതിനേക്കാളും കുറഞ്ഞേനെ. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിസിറ്റ്, അതായത് എപ്പോഴും ഇപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ലോങ് ടൈമാണ്.
അപ്പോൾ ആ സമയം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് നോക്കാൻ പറ്റാതെ വരും. അപ്പം എന്തെങ്കിലുമൊക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡൊക്കെ എടുക്കുന്നതുകൊണ്ടാണ്. എന്നാലും 6ലേക്ക് 3 മാസം കൊണ്ട് വരാൻ പറ്റും. 1 മാസമായപ്പോൾ തന്നെ എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റിയെന്നാണ്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം വരുമ്പം ട്രിപ്പിൾ വെസൽ ഡിസീസാണ്, ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻ്റാണ്. അപ്പം അദ്ദേഹത്തിന് പല ഈ കാർഡിയോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മരുന്നുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. വാറോസിഡെ, ഐസോഡിൽ, ടെസ്ലാർ, പ്രോലോമറ്റ്, പിന്നെ ആസ്പിരിൻ, ടോപ്ഡോഗിൽ, ഇങ്ങനെ പല മരുന്നുകളും ഉണ്ടായിരുന്നു. ഈ മരുന്നുകൾ എല്ലാം തന്നെ ഇപ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് ഫസ്റ്റ് തന്നെ നിർത്തി. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കൊളസ്ട്രോൾ കുറയുന്നതനുസരിച്ച് നിർത്തും. പ്രഷർ വീട്ടിലിരുന്ന് തന്നെ നോക്കി പ്രഷറിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തി. 30 ഡേയ്സ് ആയപ്പോൾ തന്നെ ആസ്പിരിൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒഴിക്കുന്ന നിലയിലേക്ക് എത്തി. റോസിഡേയും ഓൾട്ടർനേറ്റ് ഡേയ്സേ ഉള്ളൂ. പിന്നെ 60 ഡേയ്സിലാണ് അടുത്ത് വരുമ്പോൾ, അപ്പോഴേക്കും എല്ലാ മരുന്നുകളും നിർത്തിയിട്ടുണ്ട്. അതാണ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മൾ തെറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ നാക്കിനടിയിലിടുന്ന മരുന്നുണ്ടല്ലോ, ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലോ, അതെപ്പോഴും കയ്യിൽ വയ്ക്കാൻ പറയും എന്തെങ്കിലും. പക്ഷേ മിക്കവാറും പേഷ്യൻസിന് ആർക്കും തന്നെ അതൊന്നും ഉപയോഗിക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ആണെങ്കിലും ഒത്തിരി ഓവർ വെയിറ്റ് ഇല്ലായിരുന്നു. 77.2 അദ്ദേഹം 90 ഡേയ്സിൽ റിവ്യൂവിന് വരുമ്പോൾ ഒരു മരുന്നും ഇല്ല. എല്ലാ പാരാമീറ്റേഴ്സും HbA1c 6 ആയി. ബാക്കി മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോളും ഒക്കെ നോർമലായി. ഏറ്റവും പ്രധാനം GFR, അതായത് കിഡ്നിയിൽ 46 ആയിരുന്നത് 71ലേക്ക് കൂടിയെന്നുള്ളതാണ്. 90ക്ക് മുകളിൽ വന്നാൽ ഐഡിയലായി. വെയിറ്റ് 77.2 65ലേക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ അതുപോലെ ബോഡി ഏജും ഒക്കെ ആക്ച്വലി ഇതിന് പാരലായിട്ട് ബോഡി ഏജും കൂടെ കുറയും എന്നുള്ളതാണ്. നമ്മൾ ഈ എക്സസ് ഫാറ്റൊക്കെ വരുമ്പോൾ അദ്ദേഹം 63 വയസ്സുണ്ട്, വരുമ്പോൾ 65 ആയിരുന്നു. അത് ഒത്തിരി ഓവർ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ഒത്തിരി ബോഡി ഏജ് കൂടുതലില്ലായിരുന്നു. വെസൽ ഡാമേജ് ആയിരുന്നു, വാസ്കുലർ ഏജിങ് ആയിരുന്നു കൂടുതൽ. അതാണേലും കുറഞ്ഞ് ആക്ച്വലി അദ്ദേഹം 90 ഡേയ്സിൽ വരുമ്പം 63 വയസ്സുള്ള ആളുടെ ബോഡി ഏജ്, നമ്മൾ കാൽക്കുലേറ്റഡ് ബോഡി ഏജാണ്, അത് 50ലേക്ക് കൊണ്ടുവരാൻ പറ്റി. കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആണ്. അപ്പം ബൈപ്പാസ് പറഞ്ഞ പേഷ്യൻ്റ് ആണെന്ന് ഓർക്കണം. 23 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ടായിരുന്ന ആളാണ്. തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് തൈറോയിഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും TSH കൂടുതലായിരുന്നു. അപ്പം ലാസ്റ്റ് 2nd മന്ത് ആയപ്പോഴേക്കും TSHൻ്റെ എല്ലാ മരുന്നില്ലാതെ തന്നെ TSH നോർമലായെന്നുള്ളതാണ്. വേറൊരു ഡയബറ്റിക് പേഷ്യൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇത് ലേഡിയാണ്. അവരുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ 61 വയസ്സാണ്. അവരുടെ ഡയബറ്റീസിനെ കുറിച്ചാലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസാണ്. അപ്പോൾ അവർ പറയുന്ന അവർക്ക് എഴുന്നേൽക്കണമെങ്കിൽ പോലും, ബെഡിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും ആരുടെയും ഹെൽപ്പ് വേണം. 15 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ആർത്രൈറ്റിസ് ഇപ്പം ഈ റീസെൻ്റ്ലി ആണ് ഇത്രയും കൂടുതൽ. നേരത്തെ തന്നെ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം ഒട്ടും പറ്റാത്ത ഒരു നിലയിലാണ്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. ATG ഒക്കെ കൂടുതലാണ്. പല ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും ഒക്കെ കൂടുതലാണ്. റുമറ്റോയിഡ് ഫാക്ടറും CCPയും ഒക്കെ വെരി ഹൈ ആണ്. അതുപോലെ തൈറോയ്ഡ് ഗ്ലോബലിനും ഒക്കെ കൂടുതലുണ്ട്. കൂടാതെ ഇൻസുലിൻ 3 നേരം ഇൻസുലിനും എടുക്കുന്നുണ്ട്. ഡയബറ്റിക് മെഡിസിൻ മെറ്റ്ഫോമിൻ ഉണ്ട്, വേറെ ഗ്ലിപ്റ്റിൻ ഗ്രൂപ്പിലുള്ള മരുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മറ്റേ ആർത്രൈറ്റിസിന്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് പല മരുന്നുമുണ്ട്. പിന്നെ കൊളസ്ട്രോളിന് എടുക്കുന്നുണ്ട്, അങ്ങനെ വേദനയ്ക്ക് എടുക്കുന്നുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ മരുന്നുകളും എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജാണ്. അപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നുമില്ല. 147 സെൻറ്റിമീറ്റർ 50 kg ആണ് വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇവരുടെ ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങിയതിന് ശേഷം ഈ ഡയബറ്റീസിൻ്റെ തുടങ്ങുമ്പം 8.4 ആണ് HbA1c. 8.4ൽ നിന്ന് ആക്ച്വലി 90 ഡേയ്സ് ആയപ്പോഴേക്കും അത് 5.5 തന്നെ എത്തി എന്നുള്ളതാണ്. അപ്പം അവർ 50 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവർ 40 കിലോയിലേക്ക് 10 കിലോ കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവർ സെക്കൻഡ് വിസിറ്റ് വന്നപ്പോൾ തന്നെ അവരുടെ ആർത്രൈറ്റിസ് പ്രോബ്ലംസ് കുറഞ്ഞു. സിംപ്റ്റമാറ്റിക്കലി ഭയങ്കര കംഫർട്ടബിളായി. 15 ഡേയ്സ് ആയപ്പോഴേക്കും തന്നെ അവർ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് സഹായം ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ തന്നെ പറ്റുള്ളൂ ആൾക്ക്.
വീട്ടിലെ ജോലികൾ ചെയ്തു തുടങ്ങാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റിസ് പോയി എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മളുടെ ഈ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളും കൂടെ മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ ആർത്രൈറ്റിസിനും ഹെവി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് മെത്തോട്രെക്സേറ്റും സ്റ്റിറോയിഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി. പക്ഷേ ഇപ്പോഴും ആർത്രൈറ്റിസ് കുറച്ചൊരു സിവിയറാണ്, കാരണം ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് അത്ര കൂടുതലാണ്. അപ്പോൾ അത് ഇപ്പം പതുക്കെ കുറച്ച് ഒരു ലോ ഡോസിലേക്ക് കൊണ്ടുവന്ന് ഒരു ഡെക്സമെത്തസോൺ എന്ന് പറഞ്ഞൊരു സ്മോൾ ലെവലിൽ സ്റ്റിറോയിഡും ചില ദിവസങ്ങളിൽ മാത്രം പെയിനുള്ള മരുന്നുകൾ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു ജെനറ്റിക്കലി തന്നെ പ്രിഡിസ്പോസ് ടു ആർത്രൈറ്റിസ് ഉണ്ട്. അതായത് ഒരു HLA-B27 എന്ന് പറഞ്ഞൊരു, അതൊക്കെ നമ്മൾ അതായത് ജെനറ്റിക് സ്റ്റഡീസും കൂടെ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഡയബറ്റിസ് ഇത് വെരി ഈസി ടു കറക്റ്റ് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഡയറ്റ് വില്ലിങ് ആണ്. പേഷ്യൻറ്റിന് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100% തന്നെ റിലീഫ് കിട്ടും, പ്രൊവൈഡഡ് പേഷ്യൻറ്റ്. ഇപ്പോൾ ഈ പേഷ്യൻ്റൊക്കെ വളരെ കറക്റ്റായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാ മെഡിസിനിൽ നിന്നും വളരെ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് ഈ ആർത്രൈറ്റിസ് സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വരുമ്പോൾ അതിന് മാത്രമേ ഇപ്പം വേണ്ടി വരുന്നുള്ളൂ. HbA1c വിതിൻ 3 months 5.5 തന്നെ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് അത്ര നന്നായിട്ട് നോക്കുന്ന പേഷ്യൻറ്റും കൂടെ ആയതുകൊണ്ടാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.